1993 ശേഷം MG യൂണിവേഴ്സിറ്റി വനിതാ ഫുട്ബോൾ ടീം കിരീടത്തിന് തിരുവല്ല മർത്തോമ കോളേജ് ടീമല്ലാതെ മറ്റൊരു അവകാശികൾ ഉണ്ടായിട്ടില്ല. കാൽപന്ത് കളിക്ക് അത്രയൊന്നും വേരോട്ടമില്ലാത്ത മധ്യ തിരുവിതാംകൂറിലെ ഒരു കോളേജിന് ഈ നേട്ടം കൈവരിക്കുവാൻ കഴിഞ്ഞത് ഏറെ പ്രശംസനീയമാണ്. ഒട്ടേറെ രാജ്യാന്തര വനിതാ ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്യുവാൻ ഇതിനോടകം മർത്തോമ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. 1993 കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന കോശി ചെറിയാനും കായിക അധ്യാപകൻ റെജിനോൾഡ് വർഗീസും ചേർന്നാണ് ആദ്യ കോളേജ് ടീം രൂപീകരിച്ചത്. പിന്നീട് കാൽനൂറ്റാണ്ടുകാലം വിജയങ്ങളുടെ ഒരുപാട് കഥകൾ മാർത്തോമ കോളേജ് വനിതാ ഫുട്ബോൾ ടീം സൃഷ്ടിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന നിഖില, ജിബിഷ, സുബിത, രശ്മി എന്നിവർ നിലവിൽ കോളേജ് ടീം അംഗങ്ങളാണ്. കൂടാതെ സംസ്ഥാന ടീമിലെ ഭൂരിപക്ഷം അംഗങ്ങളും മാർത്തോമ കോളേജിന്റെ സംഭാവനകളാണ്. 2015 ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ബൂട്ട് കിട്ടിയവരിൽ 13 പേർ മാർത്തോമ കോളേജിലെ വനിതകളായിരുന്നു. ഇപ്പോൾ സംസ്ഥാന വനിതാ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് മാർത്തോമ കോളേജ് വനിതാ ഫുട്ബോൾ ടീം. കായിക വകുപ്പ് മേധാവിയായ ഡോക്ടർ നിജി മനോജിനോടൊപ്പം ടീമിനെ പരിശീലിപ്പിക്കുന്നതിനായി സ്പോർട്സ് കൗൺസിൽ കോച്ചും മുൻ കോളേജ് ടീം അംഗവുമായ അമൃത അരവിന്ദുമുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും പരിശീലനം നടത്തുന്നത്. കുട്ടികൾക്കായി സ്പോർട്സ് ഹോസ്റ്റൽ അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന് മാനേജ്മെന്റ് വനിതാ ഫുട്ബോൾ ടീമിനെ ഏറെ പിന്തുണയ്ക്കുന്നതായി കായിക വകുപ്പ് മേധാവിയായ ഡോക്ടർ നിജി മനോജ് പറഞ്ഞു. മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും നമ്മൾക്ക് വളരെയധികം പ്രോത്സാഹനം ഇതിനുവേണ്ടി ലഭിക്കുന്നുണ്ട്. പിന്നെ ജൂൺ മുതൽ മാർച്ച് വരെ ഒരു ദിവസം ശനിയാഴ്ച വരെ നമ്മൾ ഇതിനുവേണ്ടി കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ 8:30 വരെയും വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയാൽ 6:30 വരെയും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ്ങുകളും നമ്മുടെ ഫുട്ബോൾ പ്ലെയേഴ്സിന് കൊടുക്കുന്നുണ്ട്. കോളേജ് ടീം അംഗവും ദേശീയ താരവുമായ ജിബിഷയെ ഈ വർഷത്തെ മികച്ച താരമായി കേരള ഫുട്ബോൾ അസോസിയേഷൻ തിരഞ്ഞെടുത്തിരുന്നു. ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ മാർത്തോമ കോളേജിലെ സഹതാരങ്ങൾക്കൊപ്പം പന്ത് തട്ടുമ്പോൾ കളിക്കളത്തിൽ പരസ്പര ധാരണയോടെ മുന്നേറുവാൻ കഴിയുമെന്ന് ജിബിഷ വ്യക്തമാക്കുന്നു. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ് ഉണ്ടാകാൻ സാധിച്ചിരുന്നത്. അത് ഒരുപക്ഷെ ഇവിടുത്തെ പ്രാക്ടീസ് സെക്ഷൻ കൊണ്ട് മാത്രമാണ്. രാവിലെയും വൈകിട്ടും ശനിയാഴ്ച വരെ എന്നും പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കോച്ചസ്, മാനേജ്മെൻ്റ് ഒക്കെ വളരെ നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് എന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ കൂടെ തന്നെ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് അറിയാം അവർ എവിടെ ബോളിടും, എങ്ങനെ അടിക്കും. അപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിക്കാൻ സാധിക്കും. കഴിഞ്ഞ 55 വർഷമായി മാർത്തോമ കോളേജ് പുരുഷ ടീമുകൾക്കായി മാർത്തോമ ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. വനിതാ ഫുട്ബോൾ ടീമിന്റെ മഹത്തായ നേട്ടം കണക്കിലെടുത്ത് വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് വരും വർഷങ്ങളിൽ ആലോചിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജേക്കബ് പറഞ്ഞു. ഹോസ്റ്റൽ സൗകര്യം അവർക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മികച്ച പരിശീലകരെ കണ്ടെത്തി നൽകുന്നുണ്ട്. ഇപ്രകാരം കോളേജ് ആകുന്ന രീതിയിലെല്ലാ പിന്തുണയും വനിതാ ഫുട്ബോളിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനിതാ ഫുട്ബോൾ അംഗങ്ങൾ പലരും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പിലെത്തിയ നിരവധി പേരുണ്ട്. വനിതകൾക്ക് എന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന കാര്യവും ചിന്തിക്കാവുന്നതാണ്. ക്രിക്കറ്റ്, ഹോക്കി എന്നീ ഇനങ്ങളിലും കോളേജിന്റെ മികച്ച വനിതാ ടീമുണ്ട്. ഇതിനോടകം രാജ്യത്തിനായി നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത തിരുവല്ല മാർത്തോമ കോളേജ് വനിതാ ഫുട്ബോൾ ടീം ജൈത്രയാത്ര തുടരുകയാണ്. യൂണിവേഴ്സിറ്റി കിരീടം 25 വർഷമായി കൈവശം വെച്ചിരിക്കുന്നതിനോടൊപ്പം ട്രോഫികൾ ഒരുപാട് സ്വന്തമാക്കുവാൻ ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവും തുടരുകയാണ് ഈ വനിതകൾ. ക്യാമറമാൻ അഭിലാഷ് ചിറക്കടവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.